നമസ്കാരം. ഞാൻ ഡോക്ടർ അലീഷ എസ്താജ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, പ്രശാന്തി ഹോസ്പിറ്റൽ, ചക്കുവള്ളി. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റിയൊന്നും അല്ല കേട്ടോ പറയുന്നത്. ജനറൽ ആയിട്ട് എൻ്റെ അടുത്ത് വരുന്ന കുറേ പേഷ്യൻസിന്റെ ഡൗട്ട്സ്, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരു റിവ്യൂവിനകത്ത് ഡാൻഡ്രഫും കുടലിലെ ഫംഗസും, അതായത് താരനും നമ്മുടെ കുടലിലെ പൂപ്പലും തമ്മിൽ ബന്ധമുണ്ട്, അത് നമുക്ക് താരൻ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കുടലിലെ ഫംഗസ് മാറണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങള് ഇങ്ങനെ എന്താ പറയാ, കുറെ തെറ്റിദ്ധാരണകൾ എന്ന് പറയാം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇവര് നമ്മളോട് വന്നിട്ട് പേഷ്യൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് തന്നെ അതിനെപ്പറ്റി പറയണം. അതായത് താരൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലയിൽ മാലസേഷ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഫംഗസ് ഉണ്ട്. അതിന്റെ വളർച്ച കുറച്ച് കൂടുതലായിട്ട് വരികയും അതുപോലെ തന്നെ നമ്മുടെ ശിരോചർമ്മത്തിലെ എണ്ണമയം അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ്. പക്ഷെ കുടലിലെ ഫംഗസും ഇതുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. കുടലിലെ ഫംഗസ് മാറിയാലേ താരൻ പൂർണ്ണമായി മാറൂ എന്നൊക്കെ പറയുന്നത് ശരിയുമല്ല. അതുപോലെ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ താരനെയും ഒരുപോലെയാണ് ചികിത്സിക്കുന്നത്. തനിയെ പോയിട്ട് ഏതെങ്കിലും ഒരു ഫാർമസിയിൽ പോയി എല്ലാവർക്കും ഒരേപോലത്തെ ഷാംപൂ യൂസ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. പക്ഷെ അത് തെറ്റായ രീതിയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് താരൻ ഒട്ടും തന്നെ മാറാതെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് ഇതുപോലെ ഒരു ഫാർമസിയിൽ പോയിട്ട് നമ്മളൊരു ഷാംപൂ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ താരൻ തിരിച്ചു വരുന്നതായിട്ട് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ താരനും ഒരേപോലെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചില താരൻ എന്ന് പറയുന്നത് സോറിയാസിസ് പോലെയുള്ള ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം. അത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തലയിലുള്ള താരന്റെ കട്ടി എത്രയാണ്, അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് നിർണ്ണയിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ മരുന്ന് തരുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കൃത്യമായിട്ടുള്ള രോഗനിർണയവും അതിലൂടെ തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പലർക്കും അറിയില്ല എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് ചികിത്സിക്കുന്നത് എന്നുള്ളത്. തലയിലെ പെയിൻ ശല്യമാകട്ടെ, നഖത്തിന്റെ അസുഖങ്ങളാവട്ടെ, ഇതിനെല്ലാം നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ശരിക്കും ഈ തലയിൽ ചൊറിച്ചിലും പെയിൻ ശല്യം ഒക്കെ ആയിട്ട് അവർക്ക് അവരുടെ അക്കാഡമിക് കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ അതിങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേസസ് ഒക്കെ വരാറുണ്ട്. ശരിക്കും അതിനൊക്കെ ചികിത്സയുണ്ട്. ഒറ്റ തവണ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതി. ആ ഒരു ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊരു ട്രീറ്റ്മെന്റ് നമുക്ക് ശരിക്കും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് കണ്ടുവരുന്ന ഈ പാലുണ്ണി പോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് വൈറസ് ഉണ്ടാക്കുന്നതും ഉണ്ട്, അതല്ലാത്തതും ഉണ്ട്. ശരീരത്തിലെ ചെറിയ രീതിയിൽ നമ്മളുടെ ഹോർമോൺ വ്യതിയാനങ്ങളും പാരമ്പര്യ ഘടകവും ഒക്കെ കൊണ്ട് ചെറിയ രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ തൊലിപ്പുറത്ത് വരുന്ന ചെറിയ ഉണ്ണികൾ പോലെയുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നിങ്ങൾ ഒരൊറ്റ വിസിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ചെറിയൊരു മെഷീൻ കൊണ്ട് വേദനയൊന്നും ഉണ്ടാവില്ല. ഒരു വേദനയില്ലാതെ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. പക്ഷെ പലരും അതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലും ഒക്കെ പോയി മുടി ചുറ്റി വെക്കുക, അതിനകത്ത് ഇൻഫെക്ഷൻസ് അടിച്ച് ആകെ പ്രശ്നമാണ്. അതിനൊക്കെ നല്ല സൊല്യൂഷൻസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് എനിക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ എന്താണ് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ട്. എന്താണ് ഗ്ലൂട്ടാത്തയോൺ? ഒത്തിരി പേഷ്യൻസ് എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാല് ആദ്യമൊക്കെ കരൾ രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന ടൈമില് ആ പേഷ്യൻസിലൊക്കെ നല്ലൊരു ഗ്ലോയും അവരുടെ സ്കിന്നൊക്കെ അങ്ങ് വെളുക്കുന്നതായിട്ടും ഒക്കെ കണ്ടുവന്നു. അങ്ങനെയാണ് അത് വഴിതിരിഞ്ഞിട്ട് അതിന്റെ സ്കിൻ ട്രീറ്റ്മെന്റിൽ അതിന് എന്താണ് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ള സ്റ്റഡി, അതിനുള്ള പഠനമൊക്കെ നടത്തി. അങ്ങനെയാണ് നമ്മൾ പതുക്കെ ഈ നിറം ഒന്ന് ഗ്ലൂ കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഗ്ലൂട്ടാത്തയോൺ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. എന്താണ് അതിന്റെ ജോലി? അത് എന്താണ് നമ്മുടെ തൊലിപ്പുറത്ത് ചെയ്യുന്നത്? അത് നമുക്ക് ശരിക്കും നമ്മുടെ തൊലിക്ക് നിറം ഉണ്ടാക്കുന്ന ഒരു മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അത് ഉണ്ടാകുന്ന ഒരു വഴിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഗ്ലൂട്ടാത്തയോണിന്റെ ജോലി. അപ്പൊ എന്ത് പറ്റും? മെലാനിൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? അവിടെ പിഗ്മെന്റേഷൻ വരത്തില്ല. അപ്പൊ അതാണ് നമുക്ക് ഗ്ലൂട്ടാത്തയോണിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു വലിയ അപകടകാരിയാണെന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി കാണപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ അത് പല രൂപത്തിൽ ഇപ്പോ നമ്മൾ പുറത്തുനിന്ന് സപ്ലിമെന്റ് ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട്. അത് ടാബ്ലറ്റുകളായിട്ടുണ്ട്, IV ഇഞ്ചക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്, ക്രീമുകളായിട്ട്, ലോഷനുകളായിട്ട്, എന്തിന് ഫേസ് വാഷ് ആയിട്ട് പോലും ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ വ്യാപകമായിട്ട് ഉള്ളത് കൊണ്ടാണ് പലയിടത്തുനിന്നും നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. പിന്നെ ചോദിക്കുന്നതാണ്, ഇതിന് വല്ല റിസൾട്ട് ഉണ്ടോ? ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ ഇത് വെച്ചിട്ടാണോ വൈറ്റൻ എഫക്റ്റ് ഒക്കെ വരുന്നത്, വെളുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ശരിക്കും എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഫക്റ്റ് ഉണ്ട്. പക്ഷെ ചുമ്മാതെ വാങ്ങി നമ്മൾ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടോ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തോണ്ടോ അങ്ങനൊന്നും വരില്ല. നമ്മൾ അത് പേഷ്യൻസ്, നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് വരിക, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിങ്ങളെ ഒന്ന് അസസ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നതെന്ന് നോക്കി അസസ് ചെയ്തിട്ട് ഞങ്ങൾ അത് നൽകും. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരാം. അതിനെല്ലാം ഉള്ള ട്രീറ്റ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ.